ഓക്കെ. ഇപ്പോൾ എഡ്യൂവിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നതല്ലേ. സോ ഇപ്പോൾ ഒരുപാട് മറ്റുള്ള സിമിലർ ആയിട്ടുള്ള ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തു തരുന്ന ടീമുകളൊക്കെ ഉണ്ട്. സോ ഇവിടെ എഡ്യൂവിങ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം എങ്ങനെയാണ് നമുക്കിപ്പോൾ പറയാൻ മാത്രം പ്രത്യേകത എന്താണ് തോന്നിയിട്ടുള്ളത്? എന്താണ് കൂടുതൽ ഒരു USP എന്താണ് എഡ്യൂവിങ്ങിൻ്റെ? അതിന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഒരു കമ്പനി നിലനിൽക്കുന്ന അവരുടെ ലെഗസിയിലാണല്ലേ. കഴിഞ്ഞ 13 വർഷമായിട്ട് ഇതേ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഒരു കമ്പനിയാണ് എഡ്യൂവിങ്. എഡ്യൂവിങ് ഏറ്റവും കൂടുതൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. എന്താണ്? ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി എക്സാം എഴുതിക്കുന്നു, അല്ലാതെ ഓൺലൈനായിട്ടോ അങ്ങനെയൊന്നുമല്ല. ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഓരോ കുട്ടിക്കും അതാത് യൂണിവേഴ്സിറ്റിയിൽ പോയി എഴുതി അവർക്ക് ഉറപ്പ് വരുത്താം ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഈ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻസ്, ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ സാധിക്കും, എനിക്ക് ജോലിക്കയറ്റം കിട്ടുമോ, എനിക്ക് PSCക്ക് എഴുതാൻ പറ്റുമോ, എനിക്ക് UGCയുടെ അംഗീകാരമുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് അവരുടെ ഏറ്റവും വലിയ USP. എനിക്കിത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതേ. നമ്മൾ എഡ്യൂവിങ്ങിൽ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മറ്റു സ്ഥലങ്ങളിൽ കാണാൻ പറ്റാത്തതായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എഡ്യൂവിങ്ങിൽ ഒരു കുട്ടി അപ്ലൈ ചെയ്ത് ആ ഒരു ഫീസ് കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാലും കംപ്ലീറ്റ് സപ്പോർട്ട് അവർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, എക്സാം എഴുതാൻ ആ ഒരു സ്ഥലത്തേക്ക് യൂണിവേഴ്സിറ്റികളിൽ കുട്ടികളെ ഇവർ ഡയറക്റ്റ് അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇവരെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം. സാധാരണ ഇങ്ങനെ ഉള്ളവർ അവർ ജസ്റ്റ് എക്സാം ഉണ്ട് ഒന്ന് പോയിക്കോളൂ ഇന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ ഇൻഫർമേഷൻ മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷേ ഇവർ ആ ഒരു കുട്ടികളുടെ വിജയത്തിന് വേണ്ടി ഇത്രയും കൂടെ സപ്പോർട്ട് നിൽക്കുന്ന ഒരു സംഭവം എനിക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എത്രമാത്രം എത്ര മറ്റുള്ള സ്ഥലങ്ങളിൽ അത് എത്രത്തോളം അത്ര സപ്പോർട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അല്ല, അതിനകത്ത് അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ആരാണ് കൂടെ പോകുന്നതെന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ കുട്ടികളുടെ കൂടെ യാത്ര ചെയ്യുന്നത്. അവർക്ക് വേണ്ടി അവരെ പോയി ഈ ഒരു 4-5 ദിവസം നിന്ന് കുട്ടികൾക്ക് കിട്ടേണ്ട സർവീസ് കൃത്യമായി കിട്ടുന്നുണ്ടോ, അതിനോടൊപ്പം തന്നെ കോൺവക്കേഷനും നടത്തി കുട്ടികൾക്ക് ഒരു കോളേജ് അവർ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് കിട്ടുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് അവർക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന വഴിയും കിട്ടുന്നത്. സോ ഏറ്റവും വലിയൊരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ അൾട്ടിമേറ്റായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതും ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. മറ്റുള്ള സ്ഥാപനങ്ങൾ നമ്മളിവിടെ ആരെയും കമ്പയർ ചെയ്യുന്നില്ല, പക്ഷേ ഈ ഒരു മേഖലയിൽ ഒരുപാട് സ്കാമുകളും നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ കാണുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഇത് പ്ലാൻ ചെയ്യുന്ന മാതാപിതാക്കളോ നിങ്ങൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ളൊരു സ്കാമിൽ പോയി പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എനിക്ക് ഇതിനോടൊപ്പം തന്നെ പറയാനുള്ളത്. അതായത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ ചിലവർ എനിക്ക് തോന്നുന്നു ഫേക്ക് ആയിട്ടുള്ള വാഗ്ദാനങ്ങളായിട്ട് വരുന്നത് 3 മാസത്തിൽ കിട്ടും, 4 മാസത്തിൽ, 6 മാസത്തിൽ കിട്ടും എന്നൊക്കെ പറയുന്നത് പക്ക ഫേക്ക് തന്നെയാണ്. ഇവിടെ ഒറിജിനൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് മാത്രം അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നാളും ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം മുടങ്ങിക്കിടക്കുന്ന ഡിഗ്രി ആയാലും BTech ആയാലും അത് പറയാൻ തന്നെ പറ്റാത്തൊരവസ്ഥയാണ്. എന്താ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഇല്ല, കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. പാതി വഴി നിർത്തിയവർക്ക് പേഴ്സണൽ ലൈഫിലും ഇഷ്യൂസ് ഉണ്ട്, അവരുടെ കരിയറിലും ഇഷ്യൂസ് ഉണ്ട്. സോ ഈ ഒരു കംപ്ലീഷൻ അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യമാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ റൈറ്റ് സ്ഥാപനത്തിലൂടെ പഠിച്ച് ആ ഒരു സക്സസ് ഇനി അച്ചീവ് ചെയ്തെടുക്കണം എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ്.